തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരി നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഇന്ന് വിധിയുണ്ടാകും. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് വിധി പറയുക. 2024 ഫെബ്രുവരി 19 കേസിനാസ്പദമായ സംഭവം. ആറ്റിങ്ങൽ സ്വദേശിയായ ഹസൻ കുട്ടിയാണ് കേസിലെ പ്രതി. സിജോ വി ജോൺ വിവരങ്ങളുമായി ചേരുന്നു. സിജോ, ഇയാളെ ഉടൻ തന്നെ പിടികൂടിയിരുന്നോ? അയാളെ ഉടൻ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. ഏകദേശം 13 ദിവസത്തിന് ശേഷമാണ് ഈ ഹസൻകുട്ടിയെ പിടികൂടാൻ സാധിച്ചിരുന്നത്. കാരണം ഇയാള് കുട്ടിയെ കൊണ്ടുപോകുന്നതൊന്നും ആളുകൾ ആരും കണ്ടിരുന്നില്ല. പിന്നീട് അവിടെ ബ്രഹ്മോസിന്റെ CCTV ക്യാമറയിൽ നിന്നാണ് നടത്തിയ പരിശോധനയിൽ നിന്നാണ് ഒരാൾ അതിൽ നടന്നു പോകുന്നതായി കാണുന്നത്. ആ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് അന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നത്. 2 വയസ്സുള്ള കുട്ടിയെയാണ് ഹസൻകുട്ടി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നത്. ഹൈദരാബാദ് സ്വദേശികളാണ്, നാടോടി ബാലികയാണ്. അവരിവിടെ വന്ന് തെരുവുകളിലാണ് താമസിച്ചിരുന്നത്. പേട്ടയിൽ ഒരു ടെന്റിൽ അവിടെ രാത്രിയിൽ കിടക്കുകയായിരുന്നു. മറ്റു കുട്ടികളോടൊപ്പം ഈ കുട്ടിയെ കിടത്തിയതിനു ശേഷമാണ് മാതാപിതാക്കൾ രാത്രി കിടന്നുറങ്ങുന്നത്. പിന്നീടാണ് നോക്കുമ്പോഴാണ് കുട്ടിയെ കാണാതായി വിവരം ലഭിക്കുന്നത്. അതിനുശേഷം ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസ് പിന്നീട് പരിശോധന നടത്തുന്നു. പിറ്റേ ദിവസം വൈകിട്ടാണ് തൊട്ടടുത്തുള്ള പൊന്തക്കാട്ടിൽ അബോധാവസ്ഥയിൽ കുട്ടിയെ കണ്ടെത്തുന്നത്. അതിനുശേഷമാണ് ഈ പ്രതിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നത്. ഇത് ശാസ്ത്രീയ തെളിവുകളാണ് ഏറ്റവും നിർണായകമാകുകയും ചെയ്യുന്നത്. ഈ പ്രതിയെ പിടികൂടിയതിനു ശേഷം ഈ കുട്ടിയുടെ മുടിയൊക്കെ ഇയാളുടെ വസ്ത്രത്തിൽ നിന്നൊക്കെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള പരിശോധനകളാണ് ഈ പ്രതിയേക്കുള്ള ഇതിലോട്ട് എത്തുകയും ചെയ്തിരുന്നത്. എന്തായാലും അല്പസമയത്തിന് തന്നെ തിരുവനന്തപുരം പോക്സോ കോടതി വിധി പറയും. കുറ്റക്കാരനാണോ എന്നാണ് ഇപ്പോൾ വിധി പ്രസ്താവം ഉണ്ടാവുക. ഒരുപക്ഷെ ഇന്ന് കുറ്റക്കാരനാണോ എന്നുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ വാദം പൂർത്തിയാക്കി ശിക്ഷാവധി ഉണ്ടാവും. എന്തായാലും കുറ്റക്കാരനാണോ എന്ന് സംബന്ധിച്ച് അല്പസമയത്തിന് തന്നെ അറിയാം. ഈ 13 ദിവസത്തിന് ശേഷമാണ് പ്രതിയെ പിടികൂടിയതെന്ന് പറയുന്നു. ഈ 13 ദിവസത്തിന് ശേഷം ഇയാളിലേക്ക് എത്തിയ ഒരു കാര്യം, ഒരു CCTVയിൽ ഒരാൾ നടന്നു പോകുന്നത് ഇയാളാണെന്ന് സംശയമുണ്ട്. മറ്റിതിലുള്ള ഒരേ ഒരു തെളിവ് പെൺകുട്ടിയുടെ മുടി ഇയാളുടെ വസ്ത്രത്തിൽ ലഭിച്ചു എന്നാണ്. മറ്റെന്തെങ്കിലും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാവുന്ന തെളിവുകൾ കുറ്റപത്രത്തിലുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ആദ്യം തെളിവുകൾ ലഭിക്കുന്നത് ഇയാളാണെന്ന് സംശയം തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് ഈ CCTV ദൃശ്യങ്ങൾ തന്നെയായിരുന്നു. പിന്നീടാണ് ഇയാളെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിനുശേഷം 41ഓളം സാക്ഷികളെയൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിസ്തരിക്കുകയും ചെയ്തിരുന്നു. ഇയാൾ അവിടെ എത്തി അതിൽ കടന്നു പോകുന്നു. പിന്നീട് കണ്ട ആളുകളെയൊക്കെ സാക്ഷികളാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ തെളിവുകൾ തന്നെയായിരുന്നു. മാത്രമല്ല ഇയാള് നിരന്തരമായി ഇത്തരത്തിൽ പോക്സോ കേസുകളിൽ പ്രതിയാവുന്ന ആളാണ്. ഇയാൾ അന്ന് അറസ്റ്റിലാകുന്ന ഈ സംഭവം ഉണ്ടാകുന്നതിന് ഒരു 8-10 ദിവസം മുന്നെയാണ് കൊല്ലത്ത് തന്നെ മറ്റൊരു കുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷം അറസ്റ്റിലായി, ജയിലിലായി, പിന്നീട് ജാമ്യത്തിലിറങ്ങി. പിന്നീട് അയാൾ ആലുവയിൽ ജോലി ചെയ്യുകയായിരുന്നു, ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു. പിന്നീട് തിരുവനന്തപുരത്തെത്തി. അതിനുശേഷമാണ് ഇങ്ങനെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നത്. അങ്ങനെ ഇയാളോട് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സമാനമായ കുറ്റകൃത്യങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ള ആളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസിന് അയാളിലോട്ട് വേഗം തന്നെ എത്താൻ സാധിച്ചു. പക്ഷെ അയാൾ പിന്നീട് കേരളത്തിൽ ആദ്യം ഇവിടുന്ന് ആലുവയിലേക്ക് പോയി. ആലുവയിൽ ചെന്ന് അവിടെ ഹോട്ടലിൽ നിന്ന് ലീവ് പറഞ്ഞു. പിന്നീട് ഇവിടെ പഴനിക്ക് പോയി. പഴനിയിൽ പോയി തലയൊക്കെ മുട്ടയടിച്ചു, രൂപമാറ്റമൊക്കെ വരുത്തി. അങ്ങനെ പെട്ടെന്ന് പോലീസിന് കണ്ടാൽ തിരിച്ചറിയില്ലാത്ത രീതിയിലേക്കൊക്കെ അയാൾ രൂപമാറ്റം വരുത്തുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് പഴനിയിൽ നിന്ന് കൊല്ലത്തേക്ക് വരുന്ന യാത്രയിലാണ് അവിടെ വെച്ച് പിടികൂടുന്നത്. ഇയാളുടെ ഫോൺ ഉൾപ്പെടെയൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചിരുന്നു. കാരണം ഇയാൾ ആ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള തെളിവ് കൂടി പോലീസിന് ലഭ്യമാവുകയും ചെയ്തിരുന്നു. ഇത്തരം തെളിവുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചാർജ് ഷീറ്റ് സമർപ്പിക്കുകയും ചെയ്തിരുന്നത്. ശരി, സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.